നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിൽ കയറി ഹയാത്ത് തഹരീർ അൽ-ഷാം ഗ്രൂപ്പിനെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ട് ആയത്തുള്ള അലി ഖമനേയി. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാർ ഡമാസ്കസിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സൈന്യത്തെ കൂടി സിറിയയിൽ ഇറക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ബാഷർ അൽ അസദ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ്. സുന്നി വിഭാഗക്കാരായ വിമത ഗ്രൂപ്പ് അലപ്പോ പിടിച്ചെടുത്ത് ഡമാസ്കസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അസദ് സർക്കാരിനെ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി റഷ്യ മാത്രമല്ല ഇറാനും സിറിയയിലേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ് അസദ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈനിൽ യുദ്ധം നടത്തുന്നതുകൊണ്ട് പൂർണ്ണമായും സിറിയയിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അസദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഡമാസ്കസിലെത്തി ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാർ ഡമാസ്കസിൽ എത്തിയിരിക്കുന്നതും ഇറാൻ സൈന്യത്തെ അവിടെ ഇറക്കാനുള്ള നീക്കം നടത്തുന്നതും. ഇത് മാത്രമല്ല, ഇറാൻ മിസൈൽ ആക്രമണം കടുപ്പിക്കാനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. വിമത ഗ്രൂപ്പുകളെ പേടിച്ചോടുകയാണ് അസദ് സർക്കാരിന്റെ സൈന്യം. അതായത് വിമത ഗ്രൂപ്പുകൾ അത്രത്തോളം റിബലായാണ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരെ തടുത്തു നിർത്താൻ അസദ് സൈന്യത്തിന് കഴിയുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ കളത്തിലേക്ക് ഇറങ്ങാൻ നീക്കം നടത്തുന്നത്. 2011 മുതൽ ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലുള്ള സിറിയയിൽ ഏതാനും ദിവസങ്ങളായി സൈന്യവും വിമതരും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത്. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ പിന്തുണയോടെ സുന്നി സായുധ സംഘമായ ഹയാത്ത് തഹരീർ അൽ-ഷാമിന്റെ നേതൃത്വത്തിലാണ് ബാഷർ അസദിന്റെ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നത്. 2011 നടന്ന ആഭ്യന്തര കലാപത്തിൽ അന്നും വിമത ഗ്രൂപ്പ് അലപ്പോ പിടിച്ചെടുത്തിരുന്നു. പിന്നീട് 2016 റഷ്യയുടെ സഹായത്തോടെ അസദ് അലപ്പോ തിരികെ പിടിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പൂർണ്ണമായും അലപ്പോ പിടിച്ചെടുത്തിരിക്കുകയാണ് തഹരീർ അൽ-ഷാം ഗ്രൂപ്പ്. അലപ്പോ നഗരം പിടിച്ചെടുത്തതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ ഇപ്പോൾ ഭൂരിഭാഗവും പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് HTS. സിറിയയുടെ വടക്ക് പടിഞ്ഞാറുള്ള ഇദ്ലിബ് മേഖലയുടെ ഭാഗങ്ങളുടെയും അലപ്പോയുടെ ഭാഗങ്ങളുടെയും ഹമ, ലഡാക്കിയ എന്നീ പ്രവിശ്യകളുടെയും നിയന്ത്രണം HTSന്റെ കൈകളിലാണ് ഇപ്പോഴുള്ളത്. ഇത് അസദിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. അലപ്പോയിൽ സ്ഥാനമുറപ്പിച്ച വിമത സേനയ്ക്കെതിരായ യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കാൻ ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ സായുധ സംഘങ്ങൾ സിറിയയിലെത്തിയിട്ടുണ്ട്. ഇറാഖിലെ ഷിയ സായുധ സംഘടനകളിലെ അംഗങ്ങളായ 300 പേരെങ്കിലും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. സിറിയയ്ക്ക് എല്ലാ സഹായവും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ സർക്കാരിനെതിരെ 2011 കലാപമുണ്ടായപ്പോൾ സർക്കാർ സേനയെ സഹായിക്കാൻ ഇറാൻ ഇറാഖിൽ നിന്നുള്ള സായുധ സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. ആവശ്യമായ സഹായം തുടർന്ന് നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ സിറിയയിലെ പ്രശ്നം സംബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഭരണകൂടവും വിമതരും ഒരേപോലെ ബാഹ്യശക്തികളെ ആശ്രയിക്കാൻ തുടങ്ങിയത്. യുദ്ധം അസദ് സൈന്യത്തെ ദുർബലമാക്കിയപ്പോൾ 2011 മുതൽ ഭരണകൂടം ഇറാനെയും റഷ്യയെയും കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത്. റഷ്യയും ഇറാനുമാണ് പ്രധാനമായും സിറിയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. അതേസമയം തുർക്കി, പാശ്ചാത്യ ശക്തികൾ, ഗൾഫ് അറബ് രാജ്യങ്ങൾ എന്നിവർ വിമതരെയാണ് പിന്തുണച്ചത്. 2012 ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാൻ സിറിയയിൽ ഇടപെടുന്നത്. അസദിനെ വലിയ തോതിൽ ഇറാൻ പിന്തുണച്ചപ്പോൾ വിമതരായ സുന്നി ഗ്രൂപ്പുകൾക്കാണ് സൗദി പിന്തുണ നൽകിയത്. ഇതോടെ രാജ്യത്തെ സ്ഥിതിഗതികൾ അത്യന്തം രൂക്ഷമാകുകയായിരുന്നു. ഏറെക്കാലമായി തുടർന്നു പോന്ന ഇറാൻ സൗദി ശത്രുത സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും പ്രതിഫലിച്ചു. മേഖലയിലെ മേൽക്കോയ്മയ്ക്കായി പരസ്പരം പോരടിച്ചിരുന്ന ഇരു രാജ്യങ്ങളും അതിനുള്ള വേദിയായി സിറിയയെ കാണുകയായിരുന്നു. ഇതോടെയാണ് സിറിയയുടെ നാശം തുടങ്ങുന്നത്. കിഴക്കൻ സിറിയയിലേക്ക് US സൈന്യത്തെ അയച്ച് 2011 ശേഷം പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ വ്യോമാക്രമണങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും അൽ ഖ്വയ്ദയെയും ലക്ഷ്യം വെച്ചാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും മറ്റ് വിമത ഗ്രൂപ്പുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് നിരീക്ഷകർ പറയുന്നത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ അസദിനെ സഹായിച്ചത് റഷ്യയാണ്. എന്നാൽ വിമത ശക്തികൾക്കും വലിയ വിദേശ പിന്തുണകൾ ലഭിച്ചിട്ടുണ്ട്.
വിമതരെ അമേരിക്ക രഹസ്യമായി പരിശീലിപ്പിക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസും ബ്രിട്ടനും അവർക്ക് സൈനിക പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇറാൻ പൂർണ്ണമായും തങ്ങളെ പിന്തുണയ്ക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അസദ് സർക്കാരിന് ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാൽ വിമത ഗ്രൂപ്പുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അസദ് കണക്കുകൂട്ടുന്നത്. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യമാണ് ഇറാൻ. ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ ഹിസ്ബുള്ളകളെയും ഹമാസിനെയും ഹൂതി വിമതരെയും ഒക്കെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ ആയുധവും സാമ്പത്തികവും ഇറാന് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇറാന്റെ ആയുധ കലവറയിൽ മിസൈലുകൾക്ക് കുറവുണ്ടാകില്ല എന്ന് അസദിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ പിന്തുണ എത്രയും പെട്ടെന്ന് തങ്ങൾക്കുണ്ടാകണമെന്നുള്ള ആവശ്യം അസദ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണം നടത്തണം എന്നുള്ളതാണ് അസദിന്റെ ആവശ്യം. അലപ്പോയിൽ വിമതർ പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇവർ ഡമാസ്കസിൽ എത്താം എന്നുള്ള ഭയം അസദിനുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളെ പിന്തുണയ്ക്കേണ്ടത് എന്ന് അസദ് ആവശ്യപ്പെടുന്നത്. ഇറാന്റെയും ആവശ്യം അസദ് സിറിയയിൽ ഭരണം നടത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാന്റെ എല്ലാ തോന്നിവാസങ്ങളും സിറിയയിൽ നടക്കും അസദ് ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ. ഇത് മാത്രമല്ല, അസദിനെ പിന്തുണയ്ക്കാൻ ആയത്തുള്ള അലി ഖമനേയിയെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം അസദ് ഗ്രൂപ്പ് അവർ ഷിയ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. സുന്നി വിഭാഗം അധികാരം പിടിച്ചാൽ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിലേക്ക് റഷ്യയും ഇറാനും കൂടി ഇടപെടുന്നതോടെ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. മാറി നിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ പോലും ഈ യുദ്ധത്തിൽ പങ്കാളികളാകാൻ നിർബന്ധിതരാകേണ്ടി വരും. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സിറിയയിൽ ഉടലെടുത്തിരിക്കുന്നത്. 2011 നടന്ന ആഭ്യന്തര കലാപത്തിൽ ലക്ഷക്കണക്കിന് 6 ലക്ഷത്തോളം പേരാണ് മരണപ്പെട്ടത്. അത്തരമൊരു അവസ്ഥയിലേക്ക് രാജ്യം വീണ്ടും എത്തുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ സിറിയയിലെ ജനങ്ങളുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.